സെപ്റ്റംബർ 10 പൂജാതനായി. ഗീവർഗീസ് എന്ന മാമോദീസ പേര് ലഭിച്ച തിരുമേനിയുടെ ജീവിതം പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞതായിരുന്നു. താമസവര്യനായ മാറിവാനിയോസ് പിതാവ് 1899 ജനുവരി 9 പുലിക്കോട്ട് മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്തായിൽ നിന്നും ക്ഷമാശപ്പട്ടയും 1908 ആഗസ്റ്റ് 15 വട്ടശ്ശേരിയിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്തായിൽ നിന്നും വൈദിക പട്ടവും സ്വീകരിച്ചു. കുട്ടമ്പൂർ സമുദായത്തിൽ ആദ്യ ബിരുദം നേടിയ വൈദികനായി മാറിയ അദ്ദേഹം തുടർന്ന് പ്രവേശിക്കാം. ഏറ്റവും സ്നേഹമുള്ള ശ്രോതാവെ, സിൽവാന ശ്രോതാവെ, അലക്സ ശ്രോതാവെ, ഈ വ്യക്തിതാക്കന്മാരിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തീർത്ഥാടകരായി നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ കടന്നു വന്ന് എല്ലാവരെയും ഹൃദയപൂർവ്വം ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അത്യാദരവസരത്തിനെ സ്തുതിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ഈ ദാസൻ ലോകത്തെ തെറ്റിച്ച് കുരിശെടുത്തതിനെ അനുഗമിച്ച് നേരാ സ്ഥാപിക്കുകയും നിർമ്മല വ്രതങ്ങളാൽ നീ അലങ്കരിക്കുകയും ചെയ്തു. നിന്റെ ആട്ടിൻകൂട്ടത്തെ നയിപ്പാൻ പ്രധാനിയുടേനായി നീ നിയമിക്കുകയും ഭൗതിക പരദേശയായ സഭയാകുന്ന പാതമേൽ നിന്റെ മക്കളെ ഉറപ്പിക്കുവാൻ നീ നിയോഗിക്കുകയും ചെയ്തു. സത്യവിശ്വാസത്തിലേക്കും മനസാന്തരത്തിലേക്കും അനേകവിധനാൽ വിളിക്കപ്പെട്ടു. ധന്യന്മാരെയോസ് മെത്രാപ്പൊലീത്തായുടെ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അതിന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും സ്വർഗം തുറന്നു നൽകുവാനാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും നിന്റെ വിളിയാലും കൃപയാലും ആനന്ദിപ്പിക്കുവാൻ യോഗ്യരാക്കണമേ. കാത്തും നീതിയനിന്നാചാര്യന്മാരും മഹിമേനിന്നയവാന്മാരും നിന്നഭിഷിക്തമുഖം തിരുമിക്കരുത് നിദാസൻ ദാവീദിനെയോർത്ത് ഈ സഭയിൽ പരിശുദ്ധന്മാരെ പോറ്റുകയും ദൈവദാസന്മാരെ മഹത്വപ്പെടുത്തുകയും നാനാഭാഗത്തും അവരുടെ ഓർമ്മയെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. നിനക്ക് ദാസനമായ ധന്യന്മാരെയും ശ്രദ്ധാപരമായിട്ട് അവരിലേക്ക് നടന്ന ഈ സമയത്തും സകല കാര്യങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും നിങ്ങളുടെ ഇഷ്ടാനും മുഴുവൻ സ്നേഹമാനും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. പുണ്യം Hallelujah.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ തീർത്ഥാടന പദയാത്രയിൽ പങ്കുചേരുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ പരേതരെ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ബലഹീനവും കുറ്റപ്പെടുന്നതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ശാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിനയോർത്ത നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവദാസന്മാരായി രൂപപ്പെടുത്തുകയും ധന്യനായി ഉയർത്തുകയും വാഴ്ത്തപ്പെട്ടവരായി മുദ്രകുത്തുകയും വിശുദ്ധരെന്ന് വിളിക്കുവാൻ സഭ നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിന് സ്തുതി. അവൻ തന്റെ ദാസരെ തന്റെ തിരുശരീരത്താലും രക്തത്താലും രക്ഷയിലേക്ക് ആനയിക്കുകയും ദിവ്യമായ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് കൃപയുടെ നിർച്ചാലം ഒന്ന് വഴുക്കി കൊടുക്കുന്നു. നിന്റെ ദാസനും വിശ്വാസത്തിലുള്ള പിതാവുമായ ധന്യന്മാർ യുവാന്യോസ് തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിലും എല്ലാ കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തെ യോഗ്യമാകുന്നു. കൊലപുണ്യമോ സ്വതഹായ പരിശുദ്ധ സഭയെ നീ മണവാട്ടിയാക്കി തീർത്തു. നിന്റെ വിശുദ്ധ സഭയിലേക്ക് അനേകരെ നീ വിളിച്ചു വേർതിരിച്ചു.
അവളുടെ മഹത്വത്തിനായി കാലോചിതമാംവിധം ദിവ്യന്മാരെയും സ്ത്രീയന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും മർപ്പാന്മാരെയും നീ നൽകി. ഉചിതമാംവിധം നിന്നെ ശുശ്രൂഷിച്ചവർക്കായി സ്വർഗീയ കിരീടങ്ങൾ നീ വരഞ്ഞു. ഇവരുടെ സുഹൃത ജീവിതത്താൽ സഭയെ നീ അലങ്കരിച്ചു. ഇവരുടെ മാധ്യസ്ഥം ജനപദങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകി. ഇവരുടെ ചുവടുള്ള വിശ്വാസത്തെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നതെന്നാൽ പരിശുദ്ധ സഭയുടെ അലങ്കാരത്തിനും നവോത്ഥാനത്തിന് നീ ഒരുക്കിയ ധന്യനാരികാനിയോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി തരണമേ. നിന്റെ ശ്രേഷ്ഠാചാര്യൻ ഉത്തമ കാര്യവിചാരപ്രകാരം ആടുകൾക്ക് ജീവൻ നൽകിയ നല്ല ഇടയനും ഞാനുമുള്ള ഭരണകർത്താവുമായി ആയിത്തീരണമേ. ഒരിടയനും ഒരു തൊഴുത്തും എന്നുള്ള നിന്റെ ദിവ്യാഹ്വാനം നിന്റെ ദാസനെ നിയോഗമായി നീ ഏൽപ്പിച്ചു. അതിനാൽ കർത്താവേ, ഞങ്ങളുടെ പിതാവിന്റെ നാമം പരിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കണം.